നമസ്കാരം. ശബരിമലയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്. ആദ്യം ദ്വാരപാലക ശില്പത്തിൽ പൂശിയ സ്വർണം കാണാതായി എന്നതാണ് പുറത്തേക്ക് വന്ന വാർത്തകൾ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നു. കോടതിയുടെ മേൽനോട്ടത്തിൽ SIT രൂപീകരിച്ചു. അങ്ങനെ അന്വേഷണം നടന്നപ്പോഴാണ് വലിയ രീതിയിൽ അവിടെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, അഴിമതികൾ നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തേക്ക് വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വന്നൊരു വാർത്ത, 4 പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം അവിടെ നിന്ന് കാണാതായി. അതെല്ലാം തന്നെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു വ്യാജ പോറ്റിക്ക് ശബരിമലയിൽ കയറി എന്തും കാണിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരും നൽകിയിട്ടുണ്ടെന്ന് ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നു. അതിന് ശേഷമാണ് ഈ ദ്വാരപാലക ശില്പങ്ങളടക്കം ചെന്നൈയിൽ കൊണ്ടുപോകുന്നു. അവിടുത്തെ ജനങ്ങളെ കാണിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ രീതിയിൽ പണം സമ്പാദിക്കുന്നു. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രം പണിയുന്നു. അങ്ങനെ വലിയ രീതിയിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ അവിടെ നടക്കുന്നു. അവസാനം ഇപ്പോൾ വരുന്ന ജനങ്ങൾ തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 18ാം പടിയിൽ പൂശിയിരിക്കുന്ന സ്വർണം അത് ഒറിജിനൽ ആണോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ? ശബരിമലയിൽ ഇരിക്കുന്ന പ്രധാന പ്രതിഷ്ഠയായ അയ്യപ്പൻ അത് ഒറിജിനൽ തന്നെയാണോ? അതും ഇനി ഈ തട്ടിപ്പ് സംഘങ്ങൾ, ഈ വൻ മാഫിയ സംഘങ്ങൾ അതും അടിച്ചു മാറ്റി അവിടെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണോ വച്ചിരിക്കുന്നത് എന്നടക്കമുള്ള പല ചോദ്യങ്ങളും അയ്യപ്പ ഭക്തർ തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം കോവിഡ് സമയം, അതിനുശേഷവും ഈ സീസണിൽ നട തുറന്നിട്ട് ഈ സീസൺ സമയത്തൊക്കെ 10 ദിവസമാണ് നട തുറക്കുന്നത്. 10-11 ദിവസം നട തുറന്നതിന് ശേഷം നട അടയ്ക്കുന്ന ആ സമയങ്ങളിലേക്കാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ ഇവിടെ ശബരിമലയിൽ വലിയ രീതിയിൽ ഒരു കൊള്ള നടത്താനായിട്ട് ഉപയോഗിച്ചത്. കൂടുതലായിട്ട് കോവിഡിന്റെ രണ്ടാം സമയത്താണ് വലിയ രീതിയിൽ തന്നെ ശബരിമലയിൽ തട്ടിപ്പുകളെല്ലാം തന്നെ നടന്നതും. ഈ ഓഫ് സീസൺ സമയങ്ങളിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കമുള്ളവർ വലിയ രീതിയിൽ അവിടെ ഗൂഢാലോചന നടത്തിയത് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. SIT അന്വേഷിക്കുന്ന ഈ അന്വേഷണം എന്തായാലും CPM-ലെ 2 നേതാക്കൾ, അതായത് ഇവരായിരുന്നു ദേവസ്വം ബോർഡിലേക്ക് പ്രസിഡന്റ് ആയിട്ടിരുന്നത്, N. വാസവനും അടക്കമുള്ളവർ, അവരെയൊക്കെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തവരിപ്പോൾ ജയിലിലാണ്. അതുകൊണ്ട് തന്നെ മറ്റും അന്വേഷണങ്ങൾ, അതായത് ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴത്തെ മന്ത്രി വാസവൻ അടക്കമുള്ളവർ ഇപ്പോൾ SIT-യുടെ റഡാറിലാണ്. അതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ SIT-ക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ചോദ്യം ചെയ്യരുതെന്ന് പുറത്തുനിന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു പിടി ഇതിൽ വരുന്നുണ്ട്. അതായത് ഏത് രീതിയിൽ വന്നാലും കടകംപള്ളിയോ അല്ലെങ്കിൽ മന്ത്രി വാസവനെയോ നിങ്ങൾ ചോദ്യം ചെയ്യരുത് എന്നൊരു നിർദ്ദേശം SIT-യുടെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം SIT എന്ന് പറയുന്നത് കേരള പോലീസിലെ തന്നെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് BJP-യും അതോടൊപ്പം തന്നെ ജനങ്ങളും പറയുന്നത് ഈ SIT-യുടെ അന്വേഷണം കൊണ്ട് ഇത് തൃപ്തികരമാകില്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ ഒരു സമഗ്രമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര അന്വേഷണം തന്നെ വേണം. അതുകൊണ്ടാണ് CBI ഇതിൽ അന്വേഷിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ED കേസ് അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ ഓരോ നീക്കങ്ങളും നീക്കുന്നുണ്ട്. ED വരും ദിവസങ്ങളിൽ ശബരിമലയിൽ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്. ഇനി ഇത് ഏതെങ്കിലും രാജ്യദ്രോഹപരമായ കുറ്റകൃത്യങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്നടക്കമുള്ള അന്വേഷണങ്ങളിൽ വരും ദിവസങ്ങളിൽ NIA അന്വേഷണം ഉണ്ടാകും. നിലവിൽ CBI കേസ് എടുത്ത് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് CBI തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ ഹൈക്കോടതി CBIക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള അനുമതി നൽകി കഴിഞ്ഞാൽ ഇത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ ഒരു കൊള്ള നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള വാർത്തകൾ നമുക്ക് പുറത്തേക്ക് വരേണ്ടതുണ്ട്. നിലവിൽ സ്വർണ്ണക്കൊള്ളയ്ക്കപ്പുറം വിഗ്രഹ കടത്ത് വരെ ശബരിമലയിൽ നടന്നു എന്ന സൂചനകളും ആരോപണങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിക്ക് അപ്പുറമാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന സൂചനകളാണ്, അങ്ങനത്തെ തെളിവുകളാണ് അനുദിനം ഉയർന്നു വരുന്നത്. CPM-ന്റെ ഉന്നത നേതാക്കൾക്കും ഈ ക്രമക്കേടുകളിൽ പങ്കുണ്ടെന്ന വ്യക്തമായ സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. CPM നോമിനിയായി ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തിരുന്ന 2 പേർ ആഴ്ചകളായി ജയിലിൽ കഴിയുന്നതും അവരെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും നിലവിൽ ദേവസ്വം മന്ത്രി VN വാസവനും ഇപ്പോൾ സംശയ നിഴലിലാണ് തുടരുന്നത്. എന്നാൽ ശബരിമലയെ ക്രമക്കേടുകളുടെ ആഴം ഇതിലും എത്രയോ മടങ്ങ് വലുതാണെന്നും അതിനു പിന്നിൽ ദേവതുല്യർ ആയവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുമുള്ള ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അയ്യപ്പ സേവാ സംഘം ദേശീയ ഭാരവാഹി കൂടിയായ അഡ്വക്കേറ്റ് R. മനോജാണ്. ശബരിമലയിൽ നടന്ന ക്രമക്കേടുകൾക്ക് പിന്നിൽ തന്ത്രിക്കുള്ള പങ്കിനെ കുറിച്ചാണ് മനോജ് ആരോപണം ഉയർത്തുന്നത്. ഒരു സ്വകാര്യ വാർത്താ ചാനലിന്റെ ചർച്ചയിൽ പാനലിസ്റ്റായി പങ്കെടുക്കവെയാണ് അയ്യപ്പ സേവാ സംഘം ഭാരവാഹി ഗുരുതരമായ ഒരു ആരോപണങ്ങൾ ഉയർത്തിയത്. ശബരിമലയിലെ മണികളും താഴികക്കുടങ്ങളും കൊടിമരത്തിലെ വാജി വാഹനവും കടത്തിയിട്ടുണ്ട് എന്ന സൂചനകളാണ് മനോജ് നൽകിയത്. ഇതിന് പിന്നിലുള്ള തന്ത്രിയുടെ ഇടപെടലുകൾ ദുരൂഹമാണെന്നും മനോജ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്.
ശബരിമലയിലെ താന്ത്രിക വിധികളിൽ അവസാന വാക്കായ തന്ത്രി അധികാരങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന സൂചനയും മനോജിന്റെ വാക്കുകളിലുണ്ട്. പതിറ്റാണ്ടുകളായി ശബരിമലയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മാഫിയ സംഘമാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടക്കം സന്നിധാനത്ത് എത്തിച്ചതിന് പിന്നിൽ തന്ത്രിക്ക് പങ്കുണ്ടെന്നുമാണ് അഡ്വക്കേറ്റ് മനോജ് പറഞ്ഞു വയ്ക്കുന്നത്.